നമസ്കാരം. അറബിക്കടലിന്റെ നടുവിൽ ഒരു എണ്ണക്കപ്പൽ. പുറമെ നോക്കുമ്പോൾ എല്ലാം സാധാരണ പോലെ തോന്നാം. എന്നാൽ ആ കപ്പലിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്നത് ഒരു മഹാവിപത്തിന്റെ വിത്തായിരുന്നു. UAE-യിലെ ഫുജൈറയിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന MT ഒളിമ്പിക് ലൈഫ് എന്ന കൂറ്റൻ ക്രൂഡ് ഓയിൽ ടാങ്കറിനാണ് കഴിഞ്ഞ മെയ് 26-ന് ഒമാൻ തീരത്തിന് സമീപം സ്ഫോടന സമാനമായ ആഘാതം നേരിട്ടത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവന്നത്. ഒരു മിസൈൽ കപ്പലിന്റെ പുറംഭാഗം തുളച്ചു കയറി നിരവധി സ്റ്റീൽ മതിലുകൾ കടന്ന് നേരെ ഇന്ധന സംഭരണ ടാങ്കറിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതിലും അമ്പരപ്പിക്കുന്ന കാര്യം, ആ മിസൈൽ പൊട്ടിത്തെറിച്ചിരുന്നില്ല എന്നതാണ്. അതായത് ഒരു വാർഹെഡ് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ സാധ്യതയോടെ ഇന്ധന ടാങ്കിനുള്ളിൽ കിടക്കുകയായിരുന്നു. കപ്പൽ കൊച്ചിയിലേക്ക് യാത്ര തുടർന്നെങ്കിലും അപകട സാധ്യത അതീവ ഗുരുതരമായിരുന്നു. ആയിരക്കണക്കിന് ടൺ ക്രൂഡ് ഓയിൽ നിറച്ച ടാങ്കറിനുള്ളിൽ ഒരു മിസൈൽ വാർഹെഡ് പൊട്ടിത്തെറിച്ചാൽ എന്തു സംഭവിക്കുമെന്ന് ചിന്തിച്ചാൽ തന്നെ ഭയം തോന്നും. വിവരം ലഭിച്ച ഉടൻ തന്നെ ഇന്ത്യൻ നേവി രംഗത്തിറങ്ങി. കൊച്ചിയിലെ സതേൺ നേവൽ കമാൻഡിൽ നിന്ന് പ്രത്യേക എക്സ്പ്ലോസീവ് ഓർഡിനൻസ് ഡിസ്പോസൽ അഥവാ EOD ടീം നിയോഗിക്കപ്പെട്ടു. സ്ഫോടന വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിൽ വിദഗ്ധരായ സൈനികരായിരുന്നു ഇവർ. എന്നാൽ ഇത് ഒരു സാധാരണ ബോംബ് നിർവീര്യമാക്കൽ ദൗത്യമല്ലായിരുന്നു. ഇവിടെ ചെറിയൊരു പിഴവ് പോലും നൂറുകണക്കിന് ജീവനുകളെയും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിനെയും അപകടത്തിലാക്കുമായിരുന്നു. ആദ്യം ഇന്ത്യൻ നേവി സംഘം മിസൈലിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്തി. തുടർന്ന് അതിന്റെ ഡിറ്റണേഷൻ മെക്കാനിസം, അതായത് പൊട്ടിത്തെറിപ്പിക്കുന്ന സംവിധാനം, പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശോധിച്ചു. വളരെ സൂക്ഷ്മമായി ഓരോ ഘട്ടവും വിലയിരുത്തിയ ശേഷമാണ് വാർഹെഡിനെ നിർവീര്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. മണിക്കൂറുകളോളം നീണ്ടുനിന്ന അതിസങ്കീർണമായ പ്രവർത്തനത്തിനൊടുവിൽ ഇന്ത്യൻ നേവിയുടെ വിദഗ്ധർ മിസൈൽ വാർഹെഡും അതിന്റെ അവശിഷ്ടങ്ങളും സുരക്ഷിതമായി പുറത്തെടുത്തു. ഒരു പൊട്ടിത്തെറി പോലും ഉണ്ടാകാതെ, ഒരു ജീവഹാനിയും സംഭവിക്കാതെ, ഒരു പരിസ്ഥിതി ദുരന്തവും ഉണ്ടാകാതെ. ഇന്ത്യൻ നേവിയുടെ പ്രൊഫഷണലിസവും സാങ്കേതിക മികവും ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിച്ച നിമിഷമായിരുന്നു അത്. ഈ ദൗത്യത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, ഇത് ഒരു ഇന്ത്യൻ കപ്പലോ ഇന്ത്യൻ ജീവനക്കാരോ ഉണ്ടായിരുന്ന കപ്പലോ ആയിരുന്നില്ല എന്നതാണ്. മാർഷൽ ദ്വീപുകളുടെ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള വാണിജ്യ കപ്പലിനെയാണ് ഇന്ത്യൻ നേവി രക്ഷപ്പെടുത്തിയത്. എന്നിട്ടും മനുഷ്യ സുരക്ഷയും സമുദ്ര സുരക്ഷയും മുൻനിർത്തി ഇന്ത്യ സഹായ ഹസ്തം നീട്ടി. ഇന്ന് ലോകം ഇന്ത്യയെ കാണുന്നത് വെറും ഒരു സൈനിക ശക്തിയായി മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്തമായ സുരക്ഷാ പങ്കാളിയായും ഉത്തരവാദിത്തമുള്ള സമുദ്ര ശക്തിയായുമാണ് കാണുന്നത്. MT ഒളിമ്പിക് ലൈഫ് പിന്നീട് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വീണ്ടും യാത്ര തുടർന്നു. എന്നാൽ ആ കപ്പലിന്റെ ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തുക ഇന്ത്യൻ നേവിയുടെ ഈ അതിസാഹസിക ദൗത്യമായിരിക്കും. കടലിന്റെ നടുവിൽ ഇന്ധന ടാങ്കിനുള്ളിൽ കുടുങ്ങിയിരുന്ന ഒരു മിസൈൽ, അതിനെ നിർവീര്യമാക്കി ലോകത്തെ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ച ഇന്ത്യൻ നേവി. ഇത് വെറും ഒരു ഓപ്പറേഷൻ മാത്രമല്ല, ഇന്ത്യൻ സൈനികരുടെ ധൈര്യത്തിന്റെയും പരിശീലനത്തിന്റെയും അർപ്പണ ബോധത്തിന്റെയും തെളിവാണ്. ജയ് ഹിന്ദ്. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താം.